നമസ്കാരം. KH ന്യൂസിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ത്യക്കെതിരെ ആക്രമണം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മരണം 16ആയി. പാകിസ്ഥാനെതിരെ വീണ്ടും ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാനിലെ 9 സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം എക്സിലൂടെ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട്. റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തെ കിച്ചൺ കോംപ്ലക്സ് പൂർണ്ണമായി തകർന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പെപ്പൽ കോൺക്ലേവിൽ 2ഉം 3ഉം റൗണ്ട് പൂർത്തിയായിട്ടും തീരുമാനമായില്ല. 3 റൗണ്ടിന് ശേഷവും സിസ്റ്റൈലിൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയാണ് പുറത്തേക്ക് വന്നത്. കുഴിബോംബ് പൊട്ടി തെലങ്കാനയുടെ നക്സൽ വിരുദ്ധ സേനയായ ഗ്രേ ഹൗണ്ട്സിലെ 3 ജൂനിയർ കമാൻഡോ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കേരളത്തിൽ വീണ്ടും നിപ്പ ബാധ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിയായ 42കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ പെരിഞ്ഞനത്ത് പനി ബാധിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. കൊല്ലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതിന് നടൻ വിനായകനെ അഞ്ചാലമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലത്ത് തെരുവുനായ ആക്രമണത്തിൽ 2 വയോധികർക്ക് പരിക്ക്. ഇവരെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. വയനാട് ജില്ലയിലെ എടവകയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. കാസർഗോഡ് പട്ടാപ്പകൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. സംഭവത്തിന് പിന്നാലെ പ്രതിയായ യുവാവ് തൂങ്ങി മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.